ഹലോ ഹായ് ഗുഡ് മോർണിംഗ് ടു ഓൾ. ആൻറ്റി ഡിഫൻസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെഗ്മെൻറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ആർമി GD, ട്രേഡ്സ്മാൻ, ഓഫീസ് അസിസ്റ്റൻറ്റ്, നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് തുടങ്ങിയ എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ടുള്ള GK സെക്ഷനിൽ നിന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന പാഠഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ, യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ അഥവാ ഐക്യരാഷ്ട്രസഭ. നമ്മൾ ഐക്യരാഷ്ട്രസഭ പറയുന്നതിന് മുമ്പായിട്ട് ഐക്യരാഷ്ട്രസഭയുടെ ഒരു മുൻഗാമി ഉണ്ടായിരുന്നു ലീഗ് ഓഫ് നേഷൻ. ലീഗ് ഓഫ് നേഷൻ വരാനുണ്ടായ സാഹചര്യം, UN അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ രൂപീകരിക്കാനുള്ള സാഹചര്യം, ഇതൊക്കെ പറഞ്ഞു പോകാതെ നമുക്ക് UN എത്താൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ആദ്യം അതേതാണെന്ന് നോക്കാം. യുണൈറ്റഡ് നേഷൻസിൻ്റെ മുൻഗാമിയാണ് ലീഗ് ഓഫ് നേഷൻ എന്ന് പറയുന്നത്. ലീഗ് ഓഫ് നേഷൻസ്, ലീഗ് ഓഫ് നേഷനാണ് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടന. ഇത് രൂപീകരിക്കാൻ കാരണം ഒന്നാം ലോക മഹായുദ്ധമാണ്. 1914 മുതൽ 1919 വരെ നീണ്ടു നിന്നിരുന്ന ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ യുദ്ധക്കെടുതികൾ കണ്ടിട്ടാണ് ലോക നേതാക്കൾ ഇതിനെക്കുറിച്ച് ചർച്ച വയ്ക്കുകയും 1919 ജൂൺ 28-ന് ലീഗ് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന സംഘടന രൂപീകരിക്കുകയും ചെയ്തത്. അപ്പോൾ 1914 മുതൽ 19 വരെ നീണ്ടു നിന്ന ഒന്നാം ലോക മഹായുദ്ധം ഇനിയൊരു യുദ്ധം ഉണ്ടാകാൻ പാടില്ല എന്ന ലക്ഷ്യത്തോടുകൂടി 1919 ജൂൺ 28-ന് പാരീസ് കോൺഫറൻസിൽ വെച്ചിട്ടാണ് ലീഗ് ഓഫ് നേഷൻ എന്ന് പറയുന്ന സംഘടന രൂപീകരിക്കുന്നത്. ഈ സംഘടന രൂപീകരിക്കാൻ മുൻകൈ എടുത്തത് അമേരിക്കൻ പ്രസിഡൻ്റായിട്ടുള്ള വുഡ്രോ വിൽസൺ ആണ്. അമേരിക്കൻ പ്രസിഡൻ്റായിട്ടുള്ള വുഡ്രോ വിൽസൺ ആണ് ലീഗ് ഓഫ് നേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിക്കാൻ മുൻകൈയെടുത്തത്. ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇനിയൊരു യുദ്ധം ഉണ്ടാകരുത്, ലോക സമാധാനം സ്ഥാപിക്കപ്പെടുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. ഇതിൽ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ വുഡ്രോ വിൽസന് 1919 നോബൽ സമ്മാനം, സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. കാരണം എന്താണ്? ഇനിയൊരു യുദ്ധം ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടിയിട്ട് ഒരു ലോക സമാധാന സംഘടന രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചതിൻ്റെ പേരിലാണ് വുഡ്രോ വിൽസൺ 1919 നോബൽ പ്രൈസിന് ലഭിച്ചത്. തുടർന്ന് സമാധാനപരമായിട്ടൊക്കെ അങ്ങ് പോയി. 1939 മുതൽ 1945 വരെ നീണ്ടിരുന്ന രണ്ടാം ലോക മഹായുദ്ധം വന്നപ്പോൾ ലീഗ് ഓഫ് നേഷൻ്റെ പ്രവർത്തനം വളരെയധികം ക്ഷയിച്ചു. ലീഗ് ഓഫ് നേഷൻ നല്ല രീതിയിൽ നിന്നിരുന്നുവെങ്കിൽ ഒരിക്കലും ഒരു യുദ്ധം ഉണ്ടാവുകയില്ലായിരുന്നു. കാരണം ഒരു യുദ്ധം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ രൂപീകരിച്ച സംഘടനയായിരുന്നു ലീഗ് ഓഫ് നേഷൻ എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് ഈ ലീഗ് ഓഫ് നേഷന് വലിയ പ്രാധാന്യമില്ലാതെ വരികയും രണ്ടാം ലോക മഹായുദ്ധ ലോകം വീണ്ടും രണ്ട് ചേരികളായി നിന്ന് പരസ്പരം പോരടിക്കുവാനും തുടങ്ങി. ഇനിയൊരു യുദ്ധം ഉണ്ടാകരുത്, ലീഗ് ഓഫ് നേഷൻ്റെ പാളിച്ചകളെല്ലാം തിരുത്തിക്കൊണ്ട് അതിനെ മറികടന്ന് മറ്റൊരു സംഘടനയ്ക്ക് രൂപം കൊണ്ട് ഒരു അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി രൂപീകരിച്ച സംഘടനയാണ് UNO. ആ UNOയെക്കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ. അപ്പോൾ UNO വന്ന ആ വഴികൾ ഇങ്ങനെയൊക്കെയാണ്. ഒന്നാം ലോക മഹായുദ്ധം, ലീഗ് ഓഫ് നേഷൻ, രണ്ടാം ലോക മഹായുദ്ധം, പിന്നീട് വന്നതാണ് UNO എന്ന് പറയുന്നത്. യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 24 ഒക്ടോബർ 1945. 1945 ഒക്ടോബർ 24-നാണ് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ അഥവാ UNO ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് USA ന്യൂയോർക്കിലുള്ള മാൻഹാട്ടൻ ആണ് UNOയുടെ ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, എന്ത്? ടു മെയിൻറ്റെയിൻ ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി, അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് UNOയുടെ ലക്ഷ്യം. ഒഫീഷ്യൽ ലാംഗ്വേജ് ഉണ്ട്. UN അംഗീകരിച്ച 6 ഭാഷകളുണ്ട്. അതിനെയാണ് ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതിനെ അറിയപ്പെടുന്ന പേര് ഫ്രസ്ക എന്നാണ് ചുരുക്കപ്പേര്. ഫ്രസ്ക എന്ന് വെച്ചാൽ എന്താണ്? ഫ്രഞ്ച്, റഷ്യൻ, ഇംഗ്ലീഷ്, സ്പാനിഷ്, ചൈന ആൻഡ് അറബിക്.
തുടങ്ങിയ 6 ഭാഷകളാണ് UN ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുള്ളത്. ഇതിനകത്ത് അറബിക്കാണ് ഏറ്റവും അവസാനമായി UN അംഗീകരിച്ച ഭാഷ എന്ന് പറയുന്നത്. എന്നാൽ ഔദ്യോഗിക ഇടപാടുകളിൽ, കത്തിടപാടുകളിലൊക്കെ UN-ൻ്റെ ഭാഷയെന്ന് പറയുന്നത് ഏതായിരിക്കും? ഫ്രഞ്ചും ഇംഗ്ലീഷുമാണ് കേട്ടോ. ഫ്രഞ്ചും ഇംഗ്ലീഷുമാണ് UN-ൻ്റെ ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നത്. UN അംഗീകരിച്ച ഭാഷകളാണ് 6 UN-ലെ അംഗങ്ങൾ എന്ന് പറയുന്നത് 193 അംഗങ്ങളാണ് UNOയ്ക്ക് ഉള്ളത്. UNOയുടെ മുൻഗാമിയാണ് ലീഗ് ഓഫ് നേഷൻസ്. 1919 ജൂൺ 28-നാണ് ലീഗ് ഓഫ് നേഷൻസ് നിലവിൽ വരുന്നത്. അപ്പം നേരത്തെ ലീഗ് ഓഫ് നേഷൻ വന്ന കാര്യമെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അഗ്നിവീർ 2025-ലേക്കുള്ള അഗ്നിവീർ GD, ട്രേഡ്സ്മാൻ, ടെക്നീഷ്യൻ, നേഴ്സിംഗ് അസിസ്റ്റൻറ്റ്, ഓഫീസ് അസിസ്റ്റൻറ്റ് തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സുകൾ അണ്ടർ ഡിഫൻസ് അക്കാഡമിയിൽ ലഭ്യമാണ്. ഡെയിലി ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ കഴിയാത്തവർക്ക് റെക്കോർഡ് ക്ലാസ്സുകൾ ആപ്പിൽ ലഭ്യമാണ്. വീക്ക്ലി 6 days ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മോക്ക് ടെസ്റ്റ്, ഡയറ്റ് പ്ലാൻ ഇതെല്ലാം അണ്ടർ ഡിഫൻസ് അക്കാഡമി നിങ്ങൾക്കായി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. അണ്ടർ ഡിഫൻസ് അക്കാഡമിയുടെ ടെലിഗ്രാം ചാനലാണ് info@100 എന്നുള്ളത്. ഡെയിലി മോക്ക് ടെസ്റ്റ്, ഇൻഫർമേഷൻസ്, എക്സാം സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇതെല്ലാം ഈ ടെലിഗ്രാം ചാനൽ ലഭ്യമാണ്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. UN-നെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. UN-ന് മൊത്തം 6 ഓർഗൻസ് ആണുള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കാം കുട്ടികളെ. ജനറൽ അസംബ്ലി, സെക്യൂരിറ്റി കൗൺസിൽ, ഇക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ, ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ, ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, സെക്രട്ടേറിയറ്റ്. ഇതിനകത്ത് ജനറൽ അസംബ്ലി നമ്മൾ പറയും UNGA എന്ന് പറയും. നമ്മൾ മലയാളത്തിൽ നമ്മൾ പറയും പൊതുസഭ എന്ന് പറയും. സെക്യൂരിറ്റി കൗൺസിൽ UNSC എന്ന് പറയും. നമ്മൾ മലയാളത്തിൽ പറയും രക്ഷാസമിതി എന്ന് പറയും. ഇക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ ICOSOC എന്ന് പറയും. സാമ്പത്തിക സാമൂഹിക സമിതി, ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ, ഇൻ്റർനാഷണൽ കോർട്ട്സ് ഓഫ് ജസ്റ്റിസ് ICJ, അന്തർദേശീയ നീതിന്യായ കോടതി, സെക്രട്ടേറിയറ്റ് തുടങ്ങിയവയാണ് UN-ൻ്റെ 6 ഘടകങ്ങൾ എന്ന് പറയുന്നത്. UN ജനറൽ അസംബ്ലി UNGA ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ് കുട്ടികളെ? ന്യൂയോർക്ക് ആണ് UN-ൻ്റെ ജനറൽ അസംബ്ലിയുടെ ആസ്ഥാനം. എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ് കുട്ടികളെ? ന്യൂയോർക്ക് ആണ്. അതുപോലെ തന്നെ ഇതിനകത്ത് മൊത്തം 194 അംഗങ്ങളാണ് UNGA-യിലേക്ക് ഉള്ളത്. സിംഗിൾ മെജോറിറ്റി ആണുള്ളത് കേട്ടോ. കേവല ഭൂരിപക്ഷമാണ് ഇതിനകത്ത് ഉള്ളത്. സിമ്പിൾ മെജോറിറ്റി. എന്നാൽ പുതിയൊരു രാജ്യത്തിൻ്റെ അഡ്മിഷൻ അതുപോലെ തന്നെ അതിൻ്റെ അംഗത്വമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ എത്ര ഭൂരിപക്ഷം വേണം? 2/3 മെജോറിറ്റി, 2/3 ഭൂരിപക്ഷമാണ് വേണ്ടുന്നത് കേട്ടോ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ UN ജനറൽ അസംബ്ലിക്ക് വേണ്ടുന്ന മെജോറിറ്റി എത്രയാണെന്ന് വെച്ചാൽ എത്രയാണ്? 2/3 ഭൂരിപക്ഷമാണ് വേണ്ടുന്നത്. അതിനകത്തൊരു പുതിയ രാജ്യത്തെ അംഗങ്ങളാക്കി എടുക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള ഉപദേശങ്ങളും അംഗീകാരവും നൽകുന്നത് സെക്യൂരിറ്റി കൗൺസിലാണ് ഇതിന് വേണ്ടിയിട്ട് നൽകുന്നത്. UN ജനറൽ അസംബ്ലിയിൽ അംഗമായിട്ടുള്ള അല്ലെങ്കിൽ UN ജനറൽ അസംബ്ലിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ഏക ഇന്ത്യക്കാരി എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു വനിതാ പ്രസിഡന്റാണ് വിജയലക്ഷ്മി പണ്ഡിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. 1953 8th പ്രസിഡൻ്റായിട്ടാണ് വിജയലക്ഷ്മി പണ്ഡിറ്റിനെ തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പോൾ UN ജനറൽ അസംബ്ലിയിൽ എത്തിയിട്ടുള്ള ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരാന്ന് വെച്ചാൽ ഇന്ത്യക്കാരിയായിട്ടുള്ള വിജയലക്ഷ്മി പണ്ഡിറ്റാണ്. നമുക്ക് ഏവർക്കും അറിയാം ജവഹർലാൽ നെഹ്റുവിൻ്റെ സഹോദരിയാണ് വിജയലക്ഷ്മി പണ്ഡിറ്റ് എന്നുള്ളത്. UN ജനറൽ അസംബ്ലിയിൽ അംഗമല്ലാത്ത 2 രാജ്യങ്ങളാണ്. ഒന്ന് പാലസ്തീൻ, പിന്നെ വത്തിക്കാൻ സിറ്റി. പാലസ്തീനും വത്തിക്കാൻ സിറ്റിയുമാണ് UN ജനറൽ അസംബ്ലിയിൽ അംഗമല്ലാത്ത 2 രാജ്യങ്ങൾ. ഇനി അടുത്തത് സെക്യൂരിറ്റി കൗൺസിൽ, UN സെക്യൂരിറ്റി കൗൺസിൽ UNSC. അടുത്ത UN-ൻ്റെ അടുത്തൊരു ഘടകമാണ് UN സെക്യൂരിറ്റി കൗൺസിൽ. UN സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറയുന്നത് എന്താണ്? എൻഷുറിങ് ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി, അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് UN സെക്യൂരിറ്റി കൗൺസിൽ അല്ലെങ്കിൽ രക്ഷാസമിതിയുടെ ജോലി എന്ന് പറയുന്നത്. ഇതിൻ്റെ ആസ്ഥാനം ന്യൂയോർക്കാണ്. UN സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ആസ്ഥാനം ന്യൂയോർക്കാണ്. മൊത്തം 15 രാജ്യങ്ങളാണ് UN സെക്യൂരിറ്റി കൗൺസിലുള്ളത്. അതിൽ 10 പേർ നോൺ പെർമനൻറ്റ് മെമ്പേഴ്സാണ്. 10 പേർ നോൺ പെർമനൻറ്റ് മെമ്പേഴ്സും 5 പേർ പെർമനൻറ്റ് മെമ്പേഴ്സുമാണ്. അപ്പോൾ UN സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ആസ്ഥാനം ന്യൂയോർക്കാണ്. അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നാണ് UN സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ജോലി. മൊത്തം 15 അംഗങ്ങളാണ് ഉള്ളത്. അതിൽ 10 പേർ നോൺ പെർമനൻറ്റ് മെമ്പേഴ്സും അസ്ഥിര അംഗങ്ങളും 5 പേർ പെർമനൻറ്റ് മെമ്പേഴ്സുമാണ്. UN സെക്യൂരിറ്റി കൗൺസിലെ 5 പെർമനൻറ്റ് മെമ്പേഴ്സാണ്
ചൈന, ഫ്രാൻസ്, റഷ്യ, USA. ചൈന, ഫ്രാൻസ്, റഷ്യ, USA, UK എന്നിവ. അപ്പോൾ UN സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ആസ്ഥാനം ന്യൂയോർക്കാണ്. മൊത്തം 15 അംഗങ്ങളാണ് ഇതിനകത്തുള്ളത്. അതിൽ 5 പേർ സ്ഥിരാംഗങ്ങളും 10 പേർ അസ്ഥിരാംഗങ്ങളുമാണ്, നോൺ പെർമനൻ്റ് മെമ്പേഴ്സുമാണ്. UN സെക്യൂരിറ്റി കൗൺസിലെ 5 പെർമനൻ്റ് മെമ്പേഴ്സാണ് ചൈന, ഫ്രാൻസ്, റഷ്യ, USA, UK തുടങ്ങിയ രാജ്യങ്ങൾ. ജനറൽ അസംബ്ലിയിലേക്ക് പുതിയൊരു രാജ്യം വരികയോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് പുതിയൊരു രാജ്യത്തിന് അംഗത്വം കൊടുക്കുകയോ അംഗത്വം റദ്ദാക്കുകയോ ഒക്കെ ചെയ്യുന്നത് UN സെക്യൂരിറ്റി കൗൺസിലിൻ്റെ അഭിപ്രായത്തിന് മാനിച്ചിട്ടായിരിക്കും. UN സെക്യൂരിറ്റി കൗൺസിൽ സജസ്റ്റ് ചെയ്യുന്നു, UN ജനറൽ അസംബ്ലി അത് അംഗീകരിക്കുകയാണ് ചെയ്യുക. UN സെക്യൂരിറ്റി കൗൺസിലിൻ്റെ പ്രസിഡൻസി എന്ന് പറയുന്നത് മാസാമാസം മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഫെബ്രുവരി മാസത്തിൽ UN സെക്യൂരിറ്റി കൗൺസിലിൻ്റെ അധ്യക്ഷൻ ആരാന്ന് വെച്ചാൽ ആരാണ്? ചൈന ആണ്. പ്രസിഡൻസി ആരാന്ന് വെച്ചാൽ ആരാണ്? ചൈനയാണ്. ഈ 5 പെർമനൻ്റ് മെമ്പേഴ്സിനിടയ്ക്കാണ് വീറ്റോ അധികാരമുള്ളത്. UN സെക്യൂരിറ്റി കൗൺസിൽ വീറ്റോ അധികാരം ഉള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഈ 5 പെർമനൻ്റ് മെമ്പേഴ്സാണ്. ചൈന, ഫ്രാൻസ്, റഷ്യ, USA, UK എന്നീ 5 രാജ്യങ്ങൾക്ക് UN വീറ്റോ അധികാരമുള്ള 5 രാജ്യങ്ങളാണ് UN സെക്യൂരിറ്റി കൗൺസിലുള്ള പെർമനൻ്റ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അടുത്തതാണ് UN ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ. UN ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ എന്ന് പറയുമ്പോൾ UN ഇപ്പോൾ നിലവിലില്ലാത്തതും ഇപ്പോൾ പ്രവർത്തനരഹിതമായിട്ടുള്ള UN ഘടകമാണ് ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ എന്ന് പറയുന്നത്. അടുത്ത UN ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ. UN ട്രസ്റ്റിഷിപ്പ് കൗൺസിലിൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് സ്വതന്ത്രമായിട്ടുള്ള ഒരു രാജ്യത്തിന് സ്വതന്ത്ര റിപ്പബ്ലിക് ആകാത്ത ഒരു രാജ്യം അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിൻ്റെ അധീനതയിൽ നിൽക്കാൻ ഇഷ്ടപ്പെടാത്ത രാജ്യങ്ങൾ, അതിന് സ്വാതന്ത്ര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ സ്വാതന്ത്ര്യമില്ല, മറ്റൊരു രാജ്യത്തിൻ്റെ അധീനതയിലാണോ എന്ന് ചോദിച്ചാൽ അല്ല, അങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് സംരക്ഷണം ഉറപ്പുവരുത്തുന്ന UN ഘടകമാണ് ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ എന്ന് പറയുന്നത്. നിലവിൽ UN പ്രവർത്തനരഹിതമായിട്ടുള്ള ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ ട്രസ്റ്റിഷിപ്പ് കൗൺസിലാണ്. അടുത്തതാണ് UN ഇക്കോസോക്ക് എന്ന് പറയുന്നത്. ഇക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ എന്നാണ് ഇക്കോസോക്കിൻ്റെ ഫുൾ ഫോം. UN സാമ്പത്തിക സാമൂഹിക സമിതി എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ജോലി UN മൊത്തം 15 ഏജൻസികളുണ്ട്. യുനെസ്കോ എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്ന UN 15 ഏജൻസികളുണ്ട്. ഈ 15 ഏജൻസികളുടെയും സാമ്പത്തിക കാര്യത്തിലായാലും സോഷ്യൽ ആക്ടിവിറ്റിയുടെ കാര്യത്തിലായാലുമുള്ള ഒരു കോർഡിനേഷനാണ് ഇതിൻ്റെ ജോലി. ടു കോർഡിനേറ്റിംഗ് ദ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ഫീൽഡ് ഓഫ് 15 ഏജൻസീസ് ഓഫ് UN. UN 15 ഏജൻസികളുടെ പ്രവർത്തനം സാമ്പത്തികപരമായിട്ടുള്ള ഏകോപനമാണ് ഇക്കോസോക്ക് അല്ലെങ്കിൽ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ എന്ന UN ഘടകത്തിൻ്റെ ഫംഗ്ഷൻ, പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഇക്കോസോക്ക് അല്ലെങ്കിൽ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലിൻ്റെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ബോബ് റേ എന്ന് പറയുന്ന കനേഡിയനാണ് കേട്ടോ. ബോബ് റേ. ഇത് നമുക്ക് കറണ്ട് അഫയേഴ്സിലും വരും, അതുകൊണ്ടാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. കാനഡയാണ് കേട്ടോ ബോബ് റേ. അപ്പം UN ഇക്കോസോക്കിൽ മൊത്തം 54 രാജ്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ UN മറ്റൊരു ഘടകമാണ് ഇക്കോസോക്ക്, ഇക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ എന്ന് പറയുന്നത്. അതിൽ മൊത്തം എന്താണ്? UN 15 ഏജൻസികളുടെ സാമ്പത്തിക സാമൂഹിക പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്നുള്ളതാണ് UN ഇക്കോസോക്കിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ UN ഇക്കോസോക്കിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാന്ന് വെച്ചാൽ കനേഡിയൻ ആയിട്ടുള്ള ബോബ് റേ ആണ് UN ഇക്കോസോക്കിൻ്റെ ഇപ്പോഴത്തെ തലവൻ എന്ന് പറയുന്നത്. UN ഇക്കോസോക്കിൽ മൊത്തം 54 അംഗങ്ങളാണ് ഉള്ളത്. UN ഇക്കോസോക്ക് സാമ്പത്തിക സാമൂഹിക സമിതിയിൽ മൊത്തം 54 അംഗങ്ങളാണ് ഉള്ളത്. അടുത്തതാണ് ഇന്റർനാഷണൽ കോർട്സ് ഓഫ് ജസ്റ്റിസ്, ICJ എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ കോർട്സ് ഓഫ് ജസ്റ്റിസിനെ കൊളോക്കിയലായിട്ട് പറയുന്ന പേരാണ് വേൾഡ് കോർട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നു, ലോക കോടതി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇതിൻ്റെ ആസ്ഥാനം ന്യൂയോർക്കിലല്ലാതെ UN ഒരു ഘടകത്തിൻ്റെ ആസ്ഥാനമുള്ളതെന്ന് പറയുന്നത് ICJ ആണ്. ആസ്ഥാനം ഹേഗ്, നെതർലൻഡിലെ ഹേഗ് ആണ്. നെതർലൻഡിലെ ഹേഗിലുള്ള പീസ് പാലസിലാണ് ICJ പ്രവർത്തിക്കുന്നത്. ഇതിൽ മൊത്തം 15 ജഡ്ജിമാരാണുള്ളത്. 9 വർഷമാണ് അവരുടെ കാലയളവ്. UN സെക്രട്ടേറിയറ്റ്. UN എക്സിക്യൂട്ടീവ് ആം എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് വെച്ചാൽ ഏതാണ് കുട്ടികളെ?
ഐക്യരാഷ്ട്രസഭയുടെ എക്സിക്യൂട്ടീവ് ആം എന്നറിയപ്പെടുന്നതാണ് സെക്രട്ടേറിയറ്റ്. സെക്രട്ടേറിയറ്റിൻ്റെ തലവൻ സെക്രട്ടറി ജനറലാണ്. സെക്രട്ടേറിയറ്റിൻ്റെ തലവൻ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ കാലാവധി 5 വർഷമാണ്. പിന്നീട് ഇത് എന്താണ് ടെന്യൂർ കൂട്ടിയെടുക്കും. ചിലർ 5 വർഷം അല്ലെങ്കിൽ 10 വർഷം ആണ്. UN സെക്രട്ടറി ജനറൽ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലാണ് അന്റോണിയോ ഗുട്ടറസ് എന്ന് പറയുന്നത്. മുൻ പോർച്ചുഗൽ പ്രൈം മിനിസ്റ്ററാണ് അന്റോണിയോ ഗുട്ടറസ്. അപ്പോൾ UN-ൻ്റെ 6 ഘടകങ്ങളാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത്. UN ജനറൽ അസംബ്ലി, സെക്യൂരിറ്റി കൗൺസിൽ, ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ, ഇക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ, ഇൻ്റർനാഷണൽ കോർട്സ് ഓഫ് ജസ്റ്റിസ്, സെക്രട്ടേറിയറ്റ് തുടങ്ങിയവ. അതിലെ കുറച്ച് മെയിൻ പോയിന്റ്സ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് പ്രധാനമായും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, UN-ൻ്റെ പ്രസിഡൻസ് ആരൊക്കെയാണെന്ന് നോക്കാം. UN ജനറൽ അസംബ്ലിയുടെ പ്രസിഡന്റാണ് ഫിലോമോൻ യാങ് എന്ന് പറയുന്നത്. UN-ൻ്റെ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലിൻ്റെ പ്രസിഡന്റാണ് ബോബ് റേ. ഇൻ്റർനാഷണൽ കോർട്സ് ഓഫ് ജസ്റ്റിസിൻ്റെ ആക്ടിംഗ് ജസ്റ്റിസ് ആണ് ജൂലിയ സെബൂട്ടിൻ്റെ. അപ്പം ഇൻ്റർനാഷണൽ കോർട്സ് ഓഫ് ജസ്റ്റിസിൻ്റെ ആക്ടിംഗ് പ്രസിഡന്റാണ് ജൂലിയ സെബൂട്ടിൻ്റെ എന്ന് പറയുന്നത്. ട്രസ്റ്റിഷിപ്പ് കൗൺസിലിൻ്റെ തലവനാണ് ജെയിംസ് കഴ്യൂക്കി. സെക്രട്ടേറിയറ്റിൻ്റെ തലവനാണ് സെക്രട്ടറി ജനറൽ. ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലാണ് അന്റോണിയോ ഗുട്ടറസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് UN-മായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഹൗ മെനി മെമ്പർ കൺട്രീസ് ആർ ദെയർ ഇൻ UN സെക്യൂരിറ്റി കൗൺസിൽ? ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയിൽ എത്ര അംഗരാജ്യങ്ങളുണ്ടെന്നാണ് ചോദ്യം. ഓപ്ഷൻ A 12, ഓപ്ഷൻ B 13, ഓപ്ഷൻ C 14, ഓപ്ഷൻ D 15. തന്നിരിക്കുന്നതിനകത്ത് എത്രയാണ് കുട്ടികൾ ഉത്തരം? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എത്രയാണ്? 15. 15 അംഗരാജ്യങ്ങളാണുള്ളത്. നമ്മൾ പറഞ്ഞായിരുന്നു അതിനകത്ത് 10 പേര് നോൺ പെർമനൻറ്റും 5 പേർ പെർമനൻറ്റുമാണ്. പെർമനൻ്റ് ആരൊക്കെയാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് മെയിൻ ഓർഗൻ ഓഫ് UN? UN-യുടെ മെയിൻ പ്രധാന ഘടകങ്ങളല്ലാത്തത് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ A ജനറൽ അസംബ്ലി, ഓപ്ഷൻ B സെക്യൂരിറ്റി കൗൺസിൽ, ഓപ്ഷൻ C ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ, ഓപ്ഷൻ ഡി യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷൻ സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. അപ്പോൾ തന്നിരിക്കുന്നതിനകത്ത് ഏതാ കുട്ടികളെ ആൻസർ? ഡി അല്ലേ ആൻസർ? ബാക്കിയല്ല UN-ൻ്റെ മെയിൻ ഘടകങ്ങളാണ്. വാട്ട് ഈസ് ദ ടൈം ഓഫ് യുണൈറ്റഡ് നേഷൻസ് സെക്രട്ടറി ജനറൽ? യുണൈറ്റഡ് നേഷൻസ് സെക്രട്ടറി ജനറൽ UN സെക്രട്ടറി ജനറലിൻ്റെ കാലാവധി എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ A 3 years, ഓപ്ഷൻ B 6 years, ഓപ്ഷൻ C 4 years, ഓപ്ഷൻ D 5 years. നമ്മൾ പറഞ്ഞായിരുന്നു UN സെക്രട്ടറി ജനറലിൻ്റെ കാലാവധി 5 വർഷമാണ്. ചില സമയത്ത് എന്ത് ചെയ്യുന്നു, ഒന്നും കൂടെ അവർ തിരഞ്ഞെടുക്കപ്പെടും. അങ്ങനെ മൊത്തം 10 years വേണമെങ്കിൽ പറയാം. അപ്പോൾ 10 years ഇല്ലാത്തതുകൊണ്ട് നമുക്കിവിടെ എത്ര എഴുതാം? 5 years ആണ് ആൻസർ ആയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ കുട്ടികളെ. ഹൗ മെനി പെർമനൻറ്റ് മെമ്പേഴ്സ് ആർ ദെയർ ഇൻ സെക്യൂരിറ്റി കൗൺസിൽ? സെക്യൂരിറ്റി കൗൺസിലിൽ എത്ര സ്ഥിരാംഗങ്ങളുണ്ടെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ A 3, ഓപ്ഷൻ B 5, ഓപ്ഷൻ C 6, ഓപ്ഷൻ D 4. നമ്മൾ പറഞ്ഞായിരുന്നു 10 അസ്ഥിരാംഗങ്ങൾ അല്ലെങ്കിൽ നോൺ പെർമനൻറ്റ് മെമ്പേഴ്സും 5 സ്ഥിരാംഗങ്ങളും എന്നാണ് പറഞ്ഞത്. നമ്മുടെ ചോദ്യം എത്ര സ്ഥിരാംഗങ്ങളുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഏതാണ് കുട്ടികളെ? 5. അടുത്ത ക്വസ്റ്റ്യൻ ആണ് കുട്ടികളെ. ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ഓഫ് യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലി വാസ്? ഓപ്ഷൻ A മിസിസ് വിജയലക്ഷ്മി പണ്ഡിറ്റ്, ഓപ്ഷൻ B ട്രിഗ്വേലി, ഓപ്ഷൻ C മരിയ ഫെർണാണ്ട എസ്പിനോസ ഗ്രേസ്, ഓപ്ഷൻ D എലനോർ റൂസ്വെൽറ്റ്. ഇതിൻ്റെ ആൻസർ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. ആരായിരിക്കുമെന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോയിന്റുകളിലൂടെയൊക്കെ നമുക്കറിയാം ആരായിരിക്കുമെന്ന്. അപ്പോൾ ഇത് നിങ്ങൾക്കായിട്ടുള്ള ചോദ്യമാണ്. ആൻസർ നമ്മൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഓക്കെ, നമുക്ക് പഠിക്കാനുള്ള പോർഷൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷൻ ആയിരുന്നു UN എന്ന് പറയുന്നത്. UN-നകത്തു നിന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും അത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.